റബ്ബൽ ആലമീൻ. മനസ്സുകളോട് സംവദിക്കുകയാണ് നബിതങ്ങൾ. നബിതങ്ങളുടെ മൂത്താപ്പയുടെ മകൻ അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നു. റഖിബ ഇബ്നു അബ്ബാസിൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ വഹുവ റജീഫുഹു അലാ ഹിമാർ. ഒരു കഴുതപ്പുറത്താണ് നബിതങ്ങൾ സഞ്ചരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. നബിതങ്ങൾ ബുറാഖ് കയറിയത് മാത്രം പഠിച്ചിട്ട് അത് മാത്രം ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ആലോചിക്കണം. നബിതങ്ങൾ ഹിമാറിൻ്റെ പുറത്ത്, ബഗലത്തിൻ്റെ പുറത്ത്, ജമലിൻ്റെ പുറത്ത് നബിതങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റകിബ അലാ ഹിമാരിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹി ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് ഞാനാണ്. വല്ലാഹി ലഅഖ്ശാകും ലില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷ്മതയോടെ കാണുന്നതും എന്നെപ്പോലെ മറ്റൊരാൾക്കും കഴിയില്ലെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെയുള്ളത് ആരാണ്? ബാക്ക് സീറ്റിൽ ഇരിക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരിങ്ങനെ പോവാണ്. ഇപ്പൊ യാത്രയിൽ സംസാരിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാര്യയോട്, നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും ചിലപ്പോൾ മാസങ്ങളായിട്ടുണ്ടാകും ഒരു 5 മിനിറ്റ് തുടർച്ചയായി ഒരു കാര്യമായൊരു വർത്തമാനം രണ്ടുപേരും ശ്രദ്ധിച്ചും മറുപടി പറഞ്ഞും സംസാരിച്ചിട്ട് എന്തൊക്കെയോ പറയണ്ട, പോണ പോക്കിൽ പറയും, അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടി കൂക്കി വിളിക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യം കൂക്കി വിളിക്കും. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാര്യമായൊരു സീരിയസ് ആയൊരു സംസാരം വളരെ കുറച്ചാണ് ഉണ്ടാവുക. പക്ഷെ യാത്രയിൽ അത് സാധ്യമാണ്. യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരിക്കാൻ, ട്രെയിനിലാണ്, ബസ്സിലാണ്, അല്ലെങ്കിൽ കാറിലാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇറങ്ങി ഓടൂലല്ലോ, കൂടെ ഇരിക്കല്ലേ, ഇരുന്ന് കേൾക്കും. അങ്ങനെയാണ്. ഇപ്പോൾ വാതൊന്നും ഇപ്പോൾ വീട്ടിൽ വെച്ചാൽ ആരും കേൾക്കൂല. യാത്രയിൽ പോകുന്നേരത്ത് വണ്ടിയിൽ ഓൺ ചെയ്തു, ഇറങ്ങി ഓടാൻ വയ്യല്ലോ, ഇരുന്ന് കേൾക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കണമെങ്കിൽ യാത്ര, അതിനൊക്കെ നബി തങ്ങൾ ഉപയോഗിക്കൂ യാത്രാസമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരനായൊരു കുട്ടിയാണിത്, ഓർക്കണം. മുത്തുനബിതങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ 63 വയസ്സ് നബിതങ്ങൾക്കുള്ളപ്പോൾ ഇബ്നു അബ്ബാസ് എന്നവരുടെ വയസ്സ് 10-11 വയസ്സ് മാത്രമാണ്. 11 വയസ്സിൽ താഴെയാണ് നബിതങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് എന്നവർക്ക്. അത്ര ചെറിയ കുട്ടിയാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഒരുപക്ഷെ ഇബ്നു അബ്ബാസ് എന്നവർക്ക് 5 വയസ്സിൻ്റെയും 10 വയസ്സിൻ്റെയും ഇടയിലായിരിക്കും പ്രായം. ആ കുട്ടികളോട് നമ്മൾ ഉപദേശിക്കാറുണ്ടോ? 5-10 വയസ്സിൻ്റെ ഇടയിലുള്ള മക്കള് നമ്മൾ വിളിച്ചാൽ അവരെ കേൾക്കുമോ? നമ്മൾ വല്ല കാര്യം പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കുമോ? നമുക്ക് അവരെ അറ്റൻഷൻ കിട്ടുമോ? അവർ നമ്മൾ ശ്രദ്ധിക്കുമോ? മുത്തനബിതങ്ങൾ വാഹനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നബിതങ്ങൾ ചോദിച്ചു, യാ ഗുലാം, ചെറുപ്പക്കാരാ എന്ന് നബിതങ്ങൾ പുറകിലിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ ഗുലാം, ഓ യങ് മാൻ, ചെറുപ്പക്കാരാ. നമ്മൾ കുട്ടികളെ വെറും കുട്ടികളായിട്ട് തന്നെ കണക്കാക്കിയിട്ട് പോന്നാൽ അവരിൽ പക്വത കുറഞ്ഞു പോകുമെന്നാണ്. ഏതും അവരുടെ ഒരു ഫ്രീ തിങ്കിങ്ങും അവരെ ക്രിയേറ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ നമ്മൾ കോച്ച് ചെയ്തില്ലെങ്കിൽ അവർ കുട്ടികളെ പോലെ തന്നെ എത്ര വലിയ മോനായി കഴിഞ്ഞാലും ഒന്നും ചിന്തിക്കാനും ചെയ്യാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അവരിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. ഇതിനാണ് യങ് മാൻ, ചെറുപ്പക്കാരാ. ആരെ വിളിക്കണത്? 6-7 വയസ്സായ കുട്ടിയെ. യാ ഗുലാം. ആ കുട്ടിയുടെ മറുപടി എന്താ? എന്തൊരു മനോഹരമായി. എന്തേ നബി എന്നല്ല, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക്. ലബ്ബൈക എന്ന് പറഞ്ഞാൽ തന്നെ നബിയെ ഞാൻ 2 ഉത്തരം തന്നു. വസഅദൈക്, 2 സന്തോഷമാണ് നബിയെ, ഒരു സന്തോഷമല്ല. എന്നെ വിളിച്ചല്ലേ നബിയെ? തൊട്ട് മുമ്പിലിരിക്കുക നബി തങ്ങൾ, ബാക്കിലിരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. യാ ഗുലാം ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക്. നബിയെ ഞാൻ ഇവിടെയുണ്ട് നബിയെ. 2 ഉത്തരം, 2 തവണ ഞാൻ അങ്ങേക്ക് ഹാജർ പറയുന്നു. 2 തവണ എനിക്ക് സന്തോഷമുണ്ട് നബിയെ, പറയൂ. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. സ്നേഹത്തോടെ ഹബീബിന്റെ മനസ്സിൽ നിന്ന് ഇബ്നു അബ്ബാസ് എന്ന കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് പോകുന്ന വചനങ്ങൾ.
നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന കാലം, സ്കൂളുകളിലേക്ക് മയക്കുമരുന്ന് വരുന്ന കാലം, സ്കൂൾ ക്യാമ്പസുകൾ മലിനമാകുന്ന കാലം, ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം പോലും മലിനമാകുന്ന കാലത്ത് നമ്മുടെ കൊച്ചുമക്കൾ കേൾക്കേണ്ട ഹബീബിൻ്റെ വസിയ്യത്താണിത്. അവരെ നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. മുത്ത് റസൂലേ, ഞാനിതാ 2 തവണ അങ്ങയുടെ വിളിക്ക് ഉത്തരം തന്നിരിക്കുന്നു. ഇന്നി ഉഅല്ലിമുക കലിമാതിൻ, മോനെ ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. മറന്നു പോവരുത്. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രകാശമാണ് നിബിധങ്ങളെ കൊടുക്കാൻ പോകുന്നത്, ധർമ്മമാണ് നിബിധങ്ങൾ കൈമാറുന്നത്. കുഞ്ഞിന്റെ മനസ്സ് ഒരിക്കലും മലിനമായി പോവാതിരിക്കാൻ ലോകാവസാനം വരെയുള്ള സർവ്വ ഉമ്മമാരും ഉപ്പമാരും മക്കളെ പഠിപ്പിക്കേണ്ട വചനം, മക്കൾ നന്നാവാൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സാരോപദേശം, ഈ ഉപദേശമാണ് ഏറ്റവും പ്രസക്തമായത്. യഹ്ഫദില്ലാഹ യഹ്ഫദുക്. മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. എന്താണ് ആ വാക്ക്? വാപ്പയെ സൂക്ഷിക്കാം, ഉമ്മയെ പേടിക്കാം, ജ്യേഷ്ഠനെ പേടിക്കാം, നാട്ടുകാരെ പേടിക്കാം. അല്ല മോനെ, യഹ്ഫദില്ലാഹ യഹ്ഫദുക. മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ, പ്രവിശാലമായ മരുഭൂമിയിലൂടെ, മലകൾക്കിടയിലൂടെ നടന്നു പോകുന്ന യാത്രയിൽ, കൊച്ചുമോനെ ഞാൻ നിനക്ക് ചില കാര്യം പഠിപ്പിച്ചു തരാമെന്ന് 6-7 വയസ്സുള്ള ഒരു മോനോട്, അത് തൻ്റെ മൂത്താപ്പയുടെ മകനായ ഹബീബിന്റെ കസിനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് യഹ്ഫദില്ലാഹ യഹ്ഫദുക. എന്തൊരു മനോഹരം! ബി മൈൻഡ്ഫുൾ ഓഫ് അല്ലാഹ്, അല്ലാഹു വിൽ പ്രൊട്ടക്ട് യു. അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധം ഉണ്ടാവണം മോനെ, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹിനെ പറ്റി ബോധം വേണം. അള്ളാഹ് കാണുന്നു, റബ്ബന്റെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ അരികത്തുണ്ട് എന്ന് മറക്കല്ല മോനെ. യഹ്ഫദുക. നിന്റെ സ്കൂൾ ബസ്സിലും നിന്റെ യാത്രയിലും നിന്റെ ക്ലാസ് റൂമിലും, നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, യാത്രയില്, വീട്ടിലിരിക്കുമ്പോൾ, നാട്ടിലിരിക്കുമ്പോൾ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ മനസ്സിലും നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളുടെ കൽബിനും തോന്നുകയില്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്താണ് ആ ഉപദേശം? കഴിഞ്ഞില്ല, ഇച്ചിരി ദീർഘമായ ഉപദേശം. യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ. 2ാമത്തെ തവണയാണ് നബി ആവർത്തിക്കുന്നത്. മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക. നിന്റെ കൺമുമ്പിൽ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ആനെ സൂക്ഷിക്കും മോനെ. ഇത് ചെറിയവർക്കും വലിയവർക്കുമുള്ള ഉപദേശമാണ്. മനസ്സിനോട് സംവദിക്കുകയാണ്. സ്നേഹത്തോടെ തൻ്റെ കൊച്ചനുജനോട് മുതിർന്നൊരു ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ലോകത്തിൻ്റെ ഗുരുവാണ് ഒരു 6-7 വയസ്സുള്ള മോനോട് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. പ്രായത്തിലും പക്വതയിലും വിവരത്തിലും കുറച്ച് മുന്തിയ ആളുകൾ കൊച്ചുമക്കളോട് സംസാരിക്കാറുണ്ടോ? അവരോട് സലാം പറയോ? അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യോ? നമ്മുടെ അഹങ്കാരം സമ്മതിക്കാറുണ്ടോ? അവരിടപെടണം. ഏത് ചെറിയ കുട്ടിയും ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്, അവൻ്റെ ശരീരം കൊണ്ടല്ലെങ്കിലും എന്നാണ്. ചെറിയ കുട്ടിക്ക് അവൻ്റെതായ ഇഷ്ടവും അനിഷ്ടവും വാശിയും പിടിവാശിയും എല്ലാം ഉണ്ടല്ലോ. കൊച്ചുമക്കളാണെങ്കിൽ തന്നെയും അവരൊരു പൂർണ്ണ ആളായിട്ട് തന്നെ കാണണമെന്നാണ്. അങ്ങനെയാണ് അഷ്റഫുൽ ഹൽക്ക് കാണുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. മറ്റൊരു ഉപദേശം, തഅറഫ് അലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ. മോനെ, അള്ളാഹു നിനക്ക് സൗകര്യം തരുന്ന നേരത്ത് നീ അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ നിനക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകും. നാകെ പറയുന്ന ബിസിനസ് തകർന്നു അല്ലേ? എല്ലായിടത്തും കാശില്ല, ബിസിനസ്സില്ല, പൈസ ഇറങ്ങുന്നില്ല. മോദിജിയുടെ നോട്ട് നിരോധനത്തിന് ശേഷം പിന്നെ ഒന്നും നടന്നിട്ടില്ല, ഇനിയിപ്പോൾ നടക്കും തോന്നുന്നില്ല. ഇങ്ങനെ എന്തെല്ലാം പരാതികൾ. ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലുകളില്ലയോ? നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ടേ? നമ്മളൊക്കെ ചെയ്ത് എന്തെങ്കിലും പാപങ്ങൾ കൊണ്ട് അള്ളാഹു ഒരു ളാലിമിൽ നിന്ന് നമുക്ക് തരുന്ന ശിക്ഷയായിക്കൂടെ ഇത്? അങ്ങനെ മനസ്സിലാക്കണമല്ലോ. എല്ലാം പരാതിയാണ്, പ്രശ്നങ്ങളാ പറയാ. തഅറഫ് അലല്ലാഹി ഫിർറഖാ.
കയ്യിൽ കാശുള്ള നേരത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആകുന്ന നേരം, ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നിങ്ങൾ രോഗിയായി കിടക്കുന്ന നേരത്ത് അള്ളാഹു നിങ്ങളെ ഓർക്കും, നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത് മോനെ. 7 വയസ്സായ കുട്ടിയോടെ പറയുന്നത്. കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ നമ്മൾ നൽകുന്നുണ്ട്, ഐപാഡുകളുണ്ട്, ടാബുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമില്ലേ, വൈഫൈ സംവിധാനങ്ങൾ. കുഞ്ഞുങ്ങൾ വേണ്ടതെടുത്ത് കാണുന്നു, അവർ ഇഷ്ടമുള്ള ഗെയിമുകൾ. ഇതെല്ലാം കൊടുക്കുമ്പോഴും അവരെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പറയണം, മോനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മോൻ അള്ളാഹുവിനെ ഓർക്കണം. അതിലൊരു ഖുർആൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോനെ ഹിഫ്ളാക്കിക്കൂടെ. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് ഖുർആൻ ഹിഫ്ള് ചെയ്യാം. എന്തെല്ലാം സൈറ്റ്, എന്തെല്ലാം ആപ്പുകളുണ്ട്, ആപ്ലിക്കേഷൻസ് ഖുർആൻ പഠിക്കാൻ, ഹിഫ്ള് പഠിക്കാൻ. വെറുതെ സമയം കളയുന്നതിന് പകരം മോനെ ഇത് അള്ളാഹു ചെയ്ത നിഅമത്താണ്, പടച്ച തമ്പുരാനെ ഓർക്കണേ. കുറച്ചു നേരം ഇത് ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം. കുറച്ചു നേരം നിന്റെ കളിയോ നിന്റെ ടൈം പാസിന് നീ പഠിക്കുന്നതോ മറ്റോ എന്തോ ആകട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയൂ. എന്നാൽ കുറച്ചു നേരം ഇതിന് ശുക്റായിട്ട് മോനെ അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ മോനെ കഷ്ടപ്പാട് ജീവിതത്തിൽ വരാനുണ്ടാകും. അള്ളാഹു ചെയ്തത് അത് വരുമ്പോൾ മോന്റെ കൂടെ അള്ളാഹു ഉണ്ടാകും, പേടിക്കണ്ട. നാടും ഭരണകൂടവും കൂട്ടുകാരും മുഴുവനും നമ്മളെ കൈയൊഴിയുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ വേണമെങ്കിൽ റഖാഇന്റെ സുഭിക്ഷമായ കാലത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. ഇതൊക്കെ നമുക്കുള്ള ഉപദേശല്ലേ. പൈസ ഉണ്ടാകുമ്പോൾ പടച്ചവനെ ഓർക്കാത്തവര്, ഒരു പരീക്ഷണമായൊരു രോഗം വന്നാൽ അവർ ഓടിവരും ഉസ്താദുമാരുടെ അടുത്തേക്ക്, സയ്യിദന്മാരുടെ മുമ്പിലേക്ക്, പള്ളിയിലേക്ക്, മഹത്തുക്കൾ കിടക്കുന്ന മഖാമിലേക്ക് ദുആ ചെയ്യാൻ വരില്ലേ? ഉംറക്ക് പോകും, ഹജ്ജിന് പോകും, സിയാറത്ത് ചെയ്യും, അഷ്റഫുൽ ഖൽഖിനെ ചെന്ന് സന്ദർശിക്കും ഇല്ലേ? ഇതെന്തേ അള്ളാഹു കയ്യിൽ കാശ് തന്ന കാലത്ത് ചെയ്യാതിരുന്നത്? ആരോഗ്യമുള്ള കാലത്ത്, കോളേജ് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയാതെ പ്രേമവുമായി പ്രലോഭനങ്ങളുമായി കഴിച്ചുകൂട്ടിയ കാലത്ത് അള്ളാഹുവിനെ ഓർക്കാതെ പോയെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, പൊറുക്കലിനെ ചോദിക്കുക. അതിന് പകരം അള്ളാഹു നമ്മളെ ഒരു കഷ്ടപ്പാടിന്റെ സമയത്ത് കൈയൊഴിയാതിരിക്കാൻ. അങ്ങനെയാണ്. പൈസ ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ ഓർക്കണം. പൈസ ഇല്ലാതിരുന്നാൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാവും മോനെ. ആരോടായി പറയുന്നത്? 7 വയസ്സായ കുട്ടിയോട്. യാ ഗുലാം, കൊച്ചുമോനെ, ചെറുപ്പക്കാരാ എന്ന് തന്റെ പിതൃസഹോദര പുത്രനോട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്. മോനെ, നിന്റെ പരിഭവങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ അവതരിപ്പിക്കണം. ജനങ്ങളോട് പരാതി പറയണ്ട, ആളുകളോട് കഷ്ടപ്പാട് പറയണ്ട. ഞാൻ കുടുങ്ങിപ്പോയി, കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. റബ്ബിനോട് പറ മോനെ, അല്ലാഹുവിനോട് പറ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിക്കേ നിന്റെ പ്രശ്നങ്ങൾ, റബ്ബിന്റെ മുമ്പിൽ വെക്ക്. നിനക്ക് സഹായം ആവശ്യമുണ്ടോ? നിനക്ക് സഹായം ആവശ്യമുണ്ടോ? പടച്ച തമ്പുരാന്റെ സഹായം നീ തേട്. അല്ലാഹുവിനോട് നിന്റെ സഹായത്തിന് നീ യാചിക്കു. റബ്ബിനോട്. മനുഷ്യരോട് പറയണ്ട, കൂട്ടുകാരോട് പറയണ്ട, നിന്റെ നാട്ടുകാരോട് പിരിവിനിറങ്ങണ്ട. തമ്പുരാനോട് പറയുമോനെ, അള്ളാഹു ജനങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിച്ചു തരും. അള്ളാഹുവാണ് തിരിക്കുന്നത്, ജനങ്ങളല്ല. ജനങ്ങളുടെ മനസ്സ് കൈയടക്കാൻ അള്ളാഹുവിനെ കഴിയൂ, മനുഷ്യർക്ക് കഴിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ അർറിഖ്ഖതു മിനല്ലാഹ് എന്ന് പറഞ്ഞൊരു ബാബിട്ടിട്ടുണ്ട്. അള്ളാഹുവാണ് മനസ്സിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന ഹദീത്ത് കൊണ്ടുവന്നിട്ട്. മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹുവാണ്. കഴിഞ്ഞില്ല, ഹബീബ് പറയുന്നു, വഅലം, അറിയുക മോനെ ഇബ്നു അബ്ബാസേ, അന്നൽ ഉമ്മ, ലോകം മുഴുവനും, മൂര്യാട്ടേര് മാത്രമല്ല, ലോകം മുഴുവനും, ലോകം മുഴുവനും, അന്നൽ ഉമ്മ, മനുഷ്യ സമുദായം മുഴുവനും, ലവിജ്തമഉ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകം മുഴുവനും നിന്നെ സഹായിക്കണം എന്ന് തീരുമാനിച്ചു. വീട് പണിയാണ്, ആൾക്കാരെ സഹായിക്കണം എന്ന് ആഗ്രഹിച്ചു. മോളെ കെട്ടിക്കണം, കയ്യിൽ കാശില്ല, മനുഷ്യന്മാർ തന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. ജനങ്ങളെല്ലാവരും കൂടി സഹായിക്കണം എന്ന് കരുതി നിൽക്കുക എന്ന് വിചാരിക്കുക. അവർക്ക് സഹായിക്കാൻ പറ്റുമോ നിന്നെ? ലം യൻഫഊക
ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് നിശ്ചയിച്ച് തീരുമാനിച്ചത് എത്രയാണോ അതിലേറെ ഒരു ഫിൽസ് പോലും തരാൻ, ഒന്നും സഹായിക്കാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല മോനെ. അല്ല തീരുമാനിച്ചതേ നടക്കൂ. ഞാൻ വിചാരിച്ചു 2 ലക്ഷക്കോല് തരൂ സഹായമായിട്ട്, തന്നത് 2500. അള്ളാഹു നിനക്ക് അത്രേ കണക്കാക്കിയിട്ടുള്ളൂ മോനെ. നീ വിചാരിച്ചു, സ്വപ്നം കാണാൻ വല്ല ലിമിറ്റൊന്നുമില്ലല്ലോ. അള്ളാഹു കണക്കാക്കിയതേ നിനക്ക് ജനങ്ങൾ തരൂ. അള്ളാഹു കണക്കാക്കിയതല്ലാതെ ജനങ്ങൾക്ക് നിനക്ക് തരാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ മോനെ, എങ്കിൽ മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. അള്ളാഹുവാണ് നിന്നെ രക്ഷിക്കുന്നത്. വഅലം, അറിയുക മോനെ, ലവിജ്തമഉ, എല്ലാവരും ഒരുമിച്ച് കൂടി യോഗം ചേർന്നു, പ്ലാൻ ചെയ്തു. പാതിരാത്രിയിൽ അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു. എന്തിന്? അലാ അയ്യദുറൂക, നിനക്കൊരു ഉപദ്രവം ചെയ്യണം, നിന്നെ ഒന്ന് ഉപദ്രവിക്കണം, ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട്. സിഹറിലൂടെ, ഐനിലൂടെ, ദുൽമിലൂടെ, ഹസദിലൂടെ എന്തെങ്കിലും ഉപദ്രവം നിനക്ക് ചെയ്യണമെന്ന് ജനങ്ങൾ എല്ലാവരും തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ലം യദുറൂക്, അവരാർക്കും നിന്നെ ഒരൽപ്പം പോലും ഉപദ്രവിക്കാൻ സാധ്യമല്ല. ആർക്കും കഴിയില്ല. അവര് തീരുമാനിച്ചോട്ടെ, നടക്കൂല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, അല്ലാഹു നിനക്ക് സംഭവിക്കണമെന്ന് തീരുമാനിച്ചുറച്ചു വെച്ച റബ്ബിന്റെ തീരുമാനമല്ലാതെ, അല്ല കണക്കാക്കിയതല്ലാതെ, അല്ല തീരുമാനിച്ചാലല്ലാതെ ഒരു മനുഷ്യർക്കും നിന്നെ ഉപദ്രവിക്കാനും കഴിയില്ല. പിന്നെ എന്തിനാ പേടിക്കണത്? എന്തിനാ പിന്നെ പേടിക്കുന്നത്? എന്തിനു പേടിക്കണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഒരു വൃക്ഷത്തിന്റെ താഴെ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് ഉറങ്ങുകയാണ്. അപ്പോഴാണ് കിസ്റയുടെ ഭരണാധികാരിയുടെ അസിസ്റ്റന്റ് മദീനയിലേക്ക് വരുന്നത്. യസ്ദജുർദ് വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കീറി തുന്നി പിടിപ്പിച്ച വസ്ത്രമിട്ട്, ഒരു പാറാവുകാരില്ലാതെ, അംഗരക്ഷകരില്ലാതെ മദീനയുടെ മണ്ണിൽ, പരിശുദ്ധമായ മദീനയിലെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഉമർ എന്നവർ ഉറങ്ങുന്നത് കണ്ടപ്പോഴാണ് ആ കിടത്തം കണ്ട് തരിച്ചുപോയി. പേടിച്ചുപോയി. ആരെ കണ്ടിട്ട്? ഗേറ്റിന്റെ വലുപ്പം കണ്ടിട്ടല്ല, കൂടുള്ള പാറാവുകാരുടെ കയ്യിലെ തോക്ക് ഒന്നുമില്ല. അജൽത ഉമറേ, നിങ്ങൾ നീതി ചെയ്തപ്പോൾ നിംത ഖരീറൽ ഐൻ, നിങ്ങൾക്ക് മനോഹരമായി ഉറങ്ങാൻ സാധിച്ചു ഉമറേ. ഞങ്ങളുടെ നാട്ടിലത് സാധ്യമല്ല. ഭരണാധികാരികൾക്ക് റോഡിൽ കിടക്കാൻ പറ്റുമോ? റോഡിൽ ഇറങ്ങാൻ പറ്റുമോ? പോലീസ് സപ്പോർട്ടില്ലാതെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ ഭരണാധികാരികൾക്ക്? എന്തേ? ആളുകൾ ഉപദ്രവിച്ചേക്കുന്നു. ഉമർ എന്നവർ പേടിച്ചില്ല. എന്തേ? അള്ള കണക്കാക്കിയാലല്ലാതെ ഒന്നും സംഭവിക്കൂല. നമുക്ക് ഇങ്ങനൊരു ഉറപ്പുണ്ടോ മുഅ്മിനെ? നമ്മുടെ വിഷയം ആരംഭിക്കുന്ന ഹദീസാണിത്. ഇങ്ങനൊരു ഉറപ്പ് നമുക്ക് വരുന്നുണ്ടോ? അള്ളാഹു കണക്കാക്കിയത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ വരൂ. തൊട്ടതും പിടിച്ചതൊക്കെ സിഹറാണ്, അതൊക്കെ എനിക്ക് ആരും ഉപദ്രവം ചെയ്തതാണ്, ഇന്ന ദുൽമ ചെയ്തതാണ്. ഇത് ഇങ്ങനെ അള്ള കണക്കാക്കിയതല്ലാതെ സംഭവിക്കുമോ? ഇല്ല. നമ്മുടെ ശംസുൽ ഉലമ ഇസ്ലാമിക് സെൻറ്റർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ താക്കോൽദാനം ഇവിടെ നൽകിക്കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാണ്ട്. ഇപ്പോൾ റബീഉൽ അവ്വലൊക്കെ വരുന്നതുകൊണ്ട് വലിയൊരു പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊന്നും ഒരു സഹായവും നമ്മുടെ സംഘാടകർ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ട്, കൊടുക്കേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞു കൊടുക്കണേ. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞേട്ടെ. എന്ത് ഇൻഷാ അല്ലാഹ് പൊങ്ങുന്നല്ലോ അടിച്ചോനെ. ഖുലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അതിനർത്ഥം എന്താ? എല്ലാം കൊടുക്കണം ഇൻഷാ അല്ലാഹ് കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് തപ്പിയിട്ടേ, നിങ്ങളൊന്നും ആരും വന്ന് പോക്കറ്റ് അടിക്കൂല. നിങ്ങളായിട്ട് കൊടുക്കണതേ വാങ്ങുള്ളൂ. നിങ്ങൾ ഇഷ്ടത്തോടുകൂടെ കൊടുക്കും. ഒന്നുമില്ലാത്തവർ കൊടുക്കന്നെ വേണ്ട കേട്ടോ. കടം വാങ്ങിയിട്ടൊന്നും കൊടുക്കണ്ടേ. നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ മിച്ചുണ്ടെങ്കിൽ മാത്രം കൊടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിജയിപ്പിച്ചു തരട്ടെ. ഖദ് കതബഹുല്ലാഹു അലൈക ഇബ്നു അബ്ബാസ്, അല്ലാഹു തആല നിങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ ഒരാൾക്കും ഒന്നും നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയില്ല.
റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. അറിയണം മോനെ, പേനകളെല്ലാം ഉയർത്തിക്കഴിഞ്ഞു, പേപ്പറുകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. എന്താ അതിനർത്ഥം? സംഭവിക്കാൻ പോകുന്നത് മുഴുവനും അല്ലാഹുവിൻ്റെ മാലാഖമാർ രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞു, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. റബ്ബിൻ്റെ തീരുമാനത്തെ മറികടന്ന് ചെയ്യാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല ഇബ്നു അബ്ബാസേ. അതുകൊണ്ട് നിങ്ങൾ മറക്കാതിരിക്കുക, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, മോനെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സംരക്ഷണം അല്ലാഹു നിങ്ങൾക്ക് ഏറ്റെടുത്തു തരും മോനെ എന്ന് കൊച്ചുകുട്ടിയോട് സ്കൂളിൽ ചേരുന്ന പ്രായമായിട്ടുള്ള സമയം മഹാനായ ഹബീബിന്റെ കുടുംബക്കാരനും തങ്ങളുകുട്ടിയുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉപദേശം ഇമാം തുർമിദി, ഇമാം അഹ്മദ് എന്നിവരും കുറച്ചുകൂടെ വാക്കുകളുണ്ടതിൽ. വഅലം അന്നൻ നസ്റ മഅസ് സബ്ർ. എന്ത് മനോഹരമായ വാക്ക്! വഅലം അന്നൻ നസ്റ മഅസ് സബ്ർ. മോനെ, അറിയണം, തീർച്ചയായും വിജയം വരുന്നത് ക്ഷമയുടെ കൂടെയാണ്. ക്ഷമയുടെ കൂടെയാണ് വിജയം. ക്ഷമിക്കുമ്പോൾ വിജയം ഉണ്ടാവും. ഫിത്നകളും ഫസാദുകളൊക്കെ നാട്ടിൽ ഒരുപാടില്ലേ, മഹല്ലുകൾ നടക്കണില്ലേ? ക്ഷമിക്കുക. ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ഫിത്ന ഉണ്ടാക്കുന്നവരുണ്ടാവും ചില മഹല്ലിലൊക്കെ. പ്രശ്നം ഉണ്ടാക്കുക, വെറും പ്രശ്നം ഉണ്ടാക്കുക. ക്ഷമിച്ച് മടുത്തു നമ്മൾ പറയും. മടുത്തു എന്ന് പറയല്ലേ, ആ മടുക്കുമ്പോൾ പരാജയം വരും. ക്ഷമിക്കേ, വിജയം വരാനുണ്ട്. അറിയണം, വിജയം വരുന്നത് ക്ഷമയുടെ കൂടെയാണ്. പ്രയാസത്തിന്റെ ശേഷം അല്ലാഹു ആശ്വാസം നൽകുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആശ്വാസം നൽകാൻ പോകുന്നുണ്ട്. മോനെ, പ്രയാസം വരുമ്പോൾ ഭയപ്പെടരുത്, അല്ലാഹു ആശ്വാസം തരും. മോനെ, ക്ഷമ ഒരിക്കലും കൈവിടരുതേ, അല്ലാഹു വിജയം തരും. ക്ഷമയോടുകൂടെയാണ് വിജയമുള്ളത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ കൈമാറിയ ഏറ്റവും പ്രബലമായൊരു സംഭവം. ഈ ഹദീസിന്റെ ആശയം, അല്ലാഹുവിനെ ഭയപ്പെടാൻ നമ്മുടെ മക്കളോട് നമ്മൾ ഉപദേശിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിനെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാക്കി തരട്ടെ. എവിടെ ജീവിച്ചാലെന്താ, എവിടെ പോയാലെന്താണ്, ഒന്നും പേടിക്കാനില്ല. ഏത് രാജ്യത്ത് യാത്ര ചെയ്താലെന്താ, ഞാൻ എൻ്റെ കണ്ണ് സൂക്ഷിക്കും, ഞാൻ എൻ്റെ ഖൽബിനെ സൂക്ഷിക്കും. ഇത് ഈ ഒരു അസ്മുള്ള ഒരാൾ, let him go anywhere he wants, ഒരു പേടിയും പേടിക്കണ്ട. ثم أرسل الحبل على عاتقه. കയറൂരി വിട്ടേക്കണം, ഒരു കുഴപ്പമുണ്ടാവില്ല. അള്ളാഹുവിനെ ഭയപ്പെടാൻ പഠിച്ചോ, ധൈര്യമായിട്ട് പറഞ്ഞേക്കാം. ബാംഗ്ലൂരിൽ പഠിച്ചാലും കുഴപ്പമില്ല, കൊച്ചിയിൽ പോയി പഠിച്ചാലും കുഴപ്പമില്ല, എറണാകുളത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയി പഠിച്ചു, അല്ലെങ്കിൽ പോയി പഠിച്ചത് മുംബൈയിലോ പൂനെയിലോ ഡൽഹിയിലോ ജയ്പൂരിലോ എവിടെ ആവട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടാൻ പഠിപ്പിക്കും. അള്ളാഹു നമുക്കൊക്കെ ആ പേടി തരട്ടെ, ആ ഭയപ്പാട് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.